വിവേക ചൂടാമണി നമുക്ക് തുടർന്ന് നോക്കാം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കാൻ തുടങ്ങിയത്. ആ ശ്ലോകം ഒന്നുകൂടെ വായിക്കാം. വളരെ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ആചാര്യന്മാര് പറഞ്ഞിട്ടുള്ളൊരു ശ്ലോകമാണത്. സന്നാപ്യസന്നാപ്യുഭയാത്മികാനോ ഭിന്നാപ്യഭിന്നാപ്യുഭയാത്മികാനോ സംഗാപ്യനങ്കാപ്യുഭയാത്മികാനോ മഹാദ്ഭുതാനിർവചനീയരൂപാ. സന്നാപ്യസന്നാപ്യുഭയാത്മികാനോ ഭിന്നാപ്യഭിന്നാപ്യുഭയാത്മികാനോ സംഗാപ്യനങ്കാപ്യുഭയാത്മികാനോ മഹാദ്ഭുതാനിർവചനീയരൂപാ. അതിന്റെ സാരം നമ്മൾ കാര്യമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്തു. മിഥ്യ എന്നുള്ള ആ ആസ്പെക്റ്റ് ആണ് അതിനകത്ത് കാര്യമായിട്ട് വന്നത്. സ്ഥൂലപ്രപഞ്ചം മിഥ്യ, സൂക്ഷ്മപ്രപഞ്ചവുമില്ല, കാരണപ്രപഞ്ചം അഥവാ മായ അതും മിഥ്യ. എല്ലാം ഒരു തോന്നൽ മാത്രം, ഒരു അനുഭവം തരും, പക്ഷെ തോന്നൽ മാത്രമാണ് ആ അനുഭവങ്ങളുടെ പുറകില്. സത്യം അല്ല, അതൊന്നും സത്യമല്ല. ഈ പ്രപഞ്ചം അനാത്മാവാണ്, അത് അനിർവചനീയമാണ്. ഉണ്ട് എന്നും പറയാൻ പറ്റില്ല, ഇല്ല എന്നും പറയാൻ പറ്റില്ല, രണ്ടിന്റെയും ചേർച്ചയാണെന്നും പറയാൻ പറ്റില്ല എന്നുള്ളതിന് കയറ് പാമ്പ് എന്നുള്ള വേദാന്തത്തിലെ ആ വലിയ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആ ഉദാഹരണത്തെ പറഞ്ഞാണ് നമ്മൾ അത് ശങ്കരാചാര്യസ്വാമികൾ വിശദീകരിച്ചതിനെ നമ്മൾ മനസ്സിലാക്കിയത്. ഇനി നമുക്കതിന്റെ ആ ശ്ലോകത്തിന്റെ വേർഡ് ആയിട്ടുള്ള അർത്ഥം നമുക്ക് നോക്കാം. സന്നാപ്യ എന്ന് പറഞ്ഞാൽ സത് അപി, സന്നാപ്യ സത് അപി എന്നുള്ളതാണ്. സത്ത് എന്ന് പറയാൻ പറ്റില്ല, സത് ന അപി, അതാണ് സന്നാപ്യ. സത് ന അപി, സത്ത് എന്ന് പറയാൻ പറ്റില്ല. ഏതിനെ? എല്ലാത്തിനെയും. കാരണപ്രപഞ്ചം, ഈ പ്രപഞ്ചം നമ്മൾ കാണുന്ന എല്ലാം, ഇതിനൊന്നും സത്ത് എന്ന് പറയാൻ പറ്റില്ല. പിന്നെയോ അസന്നപ്യ, സന്നപ്യ എന്ന് പറയും. അസന്ന അപി, അസത്ത് ന അപി, അസന്നപ്യ എന്നുള്ളതിന് അസത്ത് ന അപി. അസത്ത് എന്ന് പറഞ്ഞാലോ ഇല്ല, ഒരു സാധനം ഇല്ലാത്ത അവസ്ഥയ്ക്കാണ് അസത്ത് എന്ന് പറയുന്നത്. അങ്ങനെയും പറയാൻ പറ്റില്ല. സത്തെന്നും പറയാൻ പറ്റില്ല, അസത്ത് എന്നും പറയാൻ പറ്റില്ല. പിന്നെയോ ഉഭയാത്മികാനു, രണ്ടിന്റെയും ചേർച്ച, രണ്ടിന്റെയും തന്മയുള്ളത് എന്നും പറയാൻ പറ്റില്ല. നോ എന്നുള്ളത് ന ഉ എന്നുള്ളതാണ് നോ ആയിട്ട് ഇവിടെ വരുന്നത്. ഉഭയാത്മിക എന്നുള്ളത് ചില കാര്യങ്ങളിൽ ഉഭയാത്മിക എന്നുള്ള രണ്ടും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് പറയാൻ പറ്റും. ചില കാര്യങ്ങളിൽ ഇവിടെ പറ്റില്ല. ചില കാര്യങ്ങൾ ഏതാ? ഇപ്പൊ നമ്മൾ സോസ് അല്ലെ, നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്ന സോസ് ഉണ്ടല്ലോ, സോസിന്റെ കുപ്പിയിൽ എഴുതി കാണും ഹോട്ട് ആൻഡ് സ്വീറ്റ്. ഹോട്ട് ആൻഡ് സ്വീറ്റ് അല്ലേ, എരിവും മധുരവും ഉള്ളത് എന്ന് പറയും. അങ്ങനെ ചില കാര്യങ്ങളിലൊക്കെ അത് പറയാം, ഏത് ഉഭയാത്മിക എന്നുള്ളത്. പക്ഷെ ഇവിടെ ഉണ്ട് എന്നും ഇല്ലെന്നും അങ്ങനെയുള്ളതിനെ ഒരിക്കലും, ചില കാര്യങ്ങളൊന്നും അങ്ങനെ ഒരിക്കലും ഉഭയാത്മികമായിട്ട് പറയാൻ പറ്റില്ല. അതുപോലെയാണ് സത്തും അസത്തും ചേർന്നിരിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. പിന്നെയോ ന എന്ന് പറഞ്ഞാൽ ഇല്ല, ഉ എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഇല്ല. അതാണ് ന ഉ എന്ന് പറഞ്ഞാൽ. നോ എന്ന് പറയുമ്പോൾ തീർച്ചയായും ഇല്ല. അതേപോലെ എല്ലാ അനാത്മതത്വങ്ങളും വിശദീകരിക്കാൻ പറ്റാത്തതാണ്. എല്ലാ അനാത്മതത്വങ്ങളെയും നമുക്ക് വിശദീകരിക്കാൻ പറ്റില്ല. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഉണ്ടെന്നും പറയാൻ പറ്റില്ല, ഇല്ലെന്നും പറയാൻ പറ്റില്ല. പിന്നെ രണ്ടാമത്തെ വരി എന്താ പറയുന്നത്? ഭിന്നാപ്യഭിന്നാപ്യുഭയാത്മികാനോ. അപ്പൊ ഇവിടെ കയറിലെ കണ്ട പാമ്പ്, അതിനാണ് ആ ഉദാഹരണം എപ്പോഴും മനസ്സിലുണ്ടാവണം. കയറിൽ നിന്ന്
വേറിട്ടത് എന്നോ കയറിൽ നിന്ന് വേറെ അല്ലാത്തത് എന്നോ ഇതിനെ പറയാൻ പറ്റുമോ? കയറിൽ നിന്ന് വേറിട്ടതാണ് പാമ്പ് എന്ന് പറയാൻ പറ്റുമോ? കയറിൽ നിന്ന് വേറെയല്ല എന്ന് പറയാൻ പറ്റുമോ എന്നാണ് ഇവിടെ ചോദ്യം. അപ്പോ അതിനാണ് ഈ വാക്ക് പറയുന്നത് ഭിന്നാപ്യഭിന്നാപ്യുഭയാത്മികാനോ. ഭിന്നം എന്ന വേർപെട്ടത്, കയറിൽ നിന്ന് വേറെയാണ്. അപ്പോ അങ്ങനെയാണെങ്കിൽ കയറില്ലാത്ത സ്ഥലത്ത് പാമ്പിനെ കാണണ്ടേ? നമ്മൾ പാമ്പിനെ കണ്ടത് എവിടെയാണ്? കയറുള്ളപ്പോഴാണ്. ഭിന്നമാണെങ്കിൽ എന്താണ്? കയറിൽ നിന്ന് ഭിന്നമാണെങ്കിൽ കയറില്ലാത്ത സമയത്തും അവിടെ ആ പാമ്പിനെ നമ്മൾക്ക് കാണാൻ പറ്റണം. നമ്മൾ കയറിലാണ് കണ്ടത്, കയറില്ലെങ്കിൽ ഇത് കാണാൻ പറ്റില്ല. അപ്പൊ ഭിന്നമല്ല. പിന്നെയോ കയറിൽ കണ്ട പാമ്പിനെ ഭിന്നം എന്ന് പറയാൻ പറ്റില്ല. ഇനി അഭിന്നമാണ് അടുത്തത് നോക്കാൻ പോകുന്നത്. കയറും പാമ്പും ഒന്നാണ്, അഭിന്നമാണ്, രണ്ടും ഒന്ന് തന്നെ എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയും പറയാൻ പറ്റില്ല. കാരണം അങ്ങനെയാണെങ്കിൽ എല്ലാ കയറും പാമ്പായിട്ട് തോന്നണം. അത് നമുക്ക് തോന്നിയോ? ഇല്ല. നമുക്കൊരു സ്ഥലത്തുള്ളൊരു പർട്ടിക്കുലർ കയറിനെ മാത്രമേ നമുക്ക് തോന്നിയുള്ളൂ. ആ അരണ്ട വെളിച്ചത്തിൽ ഒരു കയറിനെ കണ്ടപ്പോൾ തോന്നി. അല്ലാതെ എല്ലാ കയറിനെ കാണുമ്പോഴും നമുക്ക് പാമ്പാണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. അപ്പോ അഭിന്നമെന്നും പറയാൻ പറ്റില്ല, ഭിന്നമെന്നും പറയാൻ പറ്റില്ല. അറിവ് വരുമ്പോൾ പാമ്പ് പ്രത്യക്ഷമാകുന്നു. അറിവ് വരുമ്പോ പാമ്പ് പ്രത്യക്ഷമാകുന്നു, കയറ് അവശേഷിക്കുന്നു. അപ്പോ ശരി, ഭിന്നമല്ല അഭിന്നവുമല്ല. എന്നാൽ ഭിന്നവും അഭിന്നവും കൂടിയതാണോ എന്ന് പറയാമോ? അതും പറയാൻ പറ്റില്ല. കാരണം രണ്ടും വ്യത്യസ്തമായതിനാൽ. കയറ് വേറെ, പാമ്പ് വേറെ, രണ്ടും രണ്ടാണ്, രണ്ട് വസ്തുക്കളാണ്. പാമ്പ് എന്ന് പറയുമ്പോൾ അത് വേറൊരു സംഭവം, കയറെന്ന് പറയുമ്പോൾ അത് വേറെ. നമ്മൾ കയറിൽ പാമ്പിനെ കാണുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഭിന്നമല്ല ഭിന്നം അഭിന്നം എന്ന് പറയാൻ പറ്റില്ല. ഭിന്നം പ്ലസ് അഭിന്നം, രണ്ടും കൂടിയത് എന്ന് പറയാൻ പറ്റില്ല. അതായത് ഉഭയാത്മിക എന്ന് പറയാൻ പറ്റില്ല. ഹോട്ട് ആൻഡ് സ്വീറ്റ് എന്ന് പറഞ്ഞ പോലെ ഉഭയാത്മിക എന്നിവിടെ പറയാൻ പറ്റില്ല. ഇനി ഇതിനെ മായാതത്വവുമായിട്ടൊന്ന് ബന്ധിപ്പിച്ചു നോക്കാം. മായാതത്വവുമായിട്ട് ഈ കയറപ്പാമ്പിനെ ബന്ധിപ്പിക്കാൻ പോവുക. അപ്പൊ എങ്ങനെയാണ്? കയറിന്റെ സ്ഥാനത്ത് എന്താണ്? പരബ്രഹ്മം. കയറിന്റെ സ്ഥാനത്ത് പരബ്രഹ്മം. ഇപ്പൊ ചോദ്യം, മായ അതായത് അവിദ്യ പരബ്രഹ്മത്തിൽ നിന്ന് വേറെ എന്ന് പറയാൻ പറ്റുമോ? മായ വേറെ, പരബ്രഹ്മം വേറെ. മായയിൽ നിന്ന് വേറെയാണ്, പരബ്രഹ്മത്തിൽ നിന്ന് വേറെയാണ് മായ എന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ പരബ്രഹ്മത്തിൽ നിന്ന് വേറെ അല്ലാത്തതാണ് മായ എന്ന് പറയാൻ പറ്റുമോ? അപ്പൊ കയറിൽ നിന്ന് വേറെയാണോ പാമ്പ്? കയറിൽ തന്നെയാണോ? കയറ് തന്നെയാണോ? ഭിന്നം അഭിന്നം എന്ന് പറയുന്നത് ഇവിടെ നേരെ നമ്മൾ മായയുമായിട്ട് ബന്ധിപ്പിക്കുകയാണ്. അപ്പൊ എന്താണ്? കയറിന്റെ സ്ഥാനത്ത് പരബ്രഹ്മത്തെ പറഞ്ഞു. അപ്പോ മായ അവിദ്യ പരബ്രഹ്മത്തിൽ നിന്ന് വേറെ എന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ പരബ്രഹ്മത്തിൽ നിന്ന് വേറെ അല്ലാത്തതാണ് മായ എന്ന് പറയാൻ പറ്റുമോ? അതാണ് ചോദ്യം. അപ്പോ പറ്റില്ല. എന്താ കാരണം? നേരത്തെ പറഞ്ഞ നിയമം, കയർ പാമ്പിന്റെ നിയമം തന്നെ ഇവിടെ വരും. ഈ ലോകം പരബ്രഹ്മത്തിൽ നിന്ന് വേറിട്ടതോ? അതാണ് ചോദ്യം. ഈ ലോകം പരബ്രഹ്മത്തിൽ നിന്ന് വേറിട്ടതോ? എന്നാൽ രണ്ടിനെയും, പരബ്രഹ്മത്തെയും ലോകത്തെയും വേറെ വേറെ കാണേണ്ടി വരും. ഭിന്നമാണെങ്കിൽ വേറെ കാണണ്ടേ? പരബ്രഹ്മത്തെ വേറെ കാണണം, ലോകത്തെ വേറെ കാണണം. അങ്ങനെ കാണാൻ പറ്റുന്നുണ്ടോ നമുക്ക്? ഇല്ല. അപ്പോ ഭിന്നമാണോ? അല്ല. വളരെ സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങളാണ്, വളരെ വളരെ സൂക്ഷ്മമാണ്. ഒരു പ്രാവശ്യം ഒന്നും കേട്ടൊന്നും മനസ്സിലാവില്ല. വീണ്ടും വീണ്ടും ഇത് കേട്ട് വിചാരം ചെയ്യണം. അപ്പോ പരബ്രഹ്മത്തെ നിന്ന് വേറിട്ടതോ എന്നാൽ, അതായത് രണ്ടിനെയും, പരബ്രഹ്മത്തെയും ലോകത്തെയും വേറെ വേറെ കാണേണ്ടി വരും. അങ്ങനെ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോ ഒരാള് ലോകമുണ്ട് എന്ന് പറഞ്ഞാൽ, ഒരാൾ പറയും ലോകമുണ്ട്, അപ്പൊ നമ്മൾ പറയുന്നു ഉള്ളതൊന്നു മാത്രം. എന്ത്? പരബ്രഹ്മം മാത്രം. അപ്പോ ലോകവും പരബ്രഹ്മം ആണ്. ഉണ്ട്
എന്നതിനെ മാറ്റിയാലോ? ഉണ്ട്, ലോകമുണ്ട് എന്നതിൽ ഉണ്ട് എന്നുള്ളതിനെ മാറ്റുക. അപ്പോ ലോകവും പരബ്രഹ്മം ആണ്. ഉണ്ട് എന്നതിനെ മാറ്റിയാൽ അങ്ങനെ മാറ്റാൻ പറ്റുമോ? ലോകമുണ്ട് എന്നുള്ളതിനെ കൊണ്ട് തന്നെ മാറ്റാൻ പറ്റുമോ? പറ്റില്ല. ലോകമുണ്ട്, നമ്മൾ കാണുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്. അപ്പോ ആഭരണത്തിൽ നിന്ന് സ്വർണത്തെ മാറ്റിയാൽ ആഭരണമുണ്ടോ? ഏതെങ്കിലും ഒരു വെള്ളി കൊണ്ടോ സ്വർണം കൊണ്ടോ എന്തെങ്കിലും ആയിക്കോട്ടെ, അതിലെ ആ കണ്ടന്റിനെ മാറ്റിയാൽ പിന്നെ ആഭരണം ബാക്കി ഉണ്ടാവുമോ? പാത്രത്തിൽ നിന്ന് കളിമണ്ണിനെ മാറ്റിയാൽ പിന്നെ പാത്രം ഉണ്ടാകുമോ? ആഭരണത്തിൽ നിന്ന് സ്വർണത്തെ മാറ്റിയാൽ പിന്നെ ആഭരണമുണ്ടോ? അങ്ങനെ മാറ്റാൻ പറ്റുമോ? അപ്പോ സത്സ്വരൂപമായ ബ്രഹ്മത്തിൽ നിന്ന് ലോകത്തെ വേർതിരിച്ച് എടുക്കാൻ പറ്റില്ല. സത്സ്വരൂപമായ ബ്രഹ്മത്തിൽ നിന്ന് ലോകത്തെ വേർതിരിച്ച് എടുക്കാൻ പറ്റില്ല. ശരി, ബ്രഹ്മവും ലോകവും ഒന്ന് തന്നെ എന്ന് പറഞ്ഞാലോ? തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ശരി, അപ്പൊ എന്നാ ബ്രഹ്മവും ലോകവും ഒന്ന് തന്നെ എന്നങ്ങോട്ട് പറയാന്ന് വിചാരിച്ചാലോ? അതും ശരിയാവില്ല. കാരണം എപ്പോൾ ബ്രഹ്മത്തെ അറിയുന്നുവോ അപ്പോൾ പ്രപഞ്ചം ഇല്ലാതാകുന്നു, ഭവസാഗരം ഇല്ലാതാകുന്നു. അതാണ് മോക്ഷ അവസ്ഥ, അല്ലെ? ബ്രഹ്മം ആയി മാറുകയാണല്ലോ മോക്ഷാവസ്ഥ. ബ്രഹ്മപ്രാപ്തി ആണല്ലോ മോക്ഷാവസ്ഥ. അജ്ഞാനം മാറി ജ്ഞാനം വരുമ്പോൾ എന്താണ് തിരിച്ചറിയുന്നത്? ഞാൻ ആത്മാ എന്ന് തിരിച്ചറിയുന്നു. ആത്മാ തന്നെ പരബ്രഹ്മം. ജീവാത്മാ എന്നുള്ള തലത്തിൽ നിന്ന് പരമാത്മാ എന്നുള്ള തലത്തിലേക്ക് ജ്ഞാനം കൊണ്ടുള്ള മാറ്റം. ഇപ്പൊ ജീവാത്മാ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത്? ഈ ശരീരം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് മാറിയിട്ട് നമ്മൾ ശരീരമല്ല, നമ്മൾ സർവസ്ഥലത്ത് നിറഞ്ഞു നിൽക്കുന്ന ആ പരമാത്മതത്വം തന്നെയാണ് എന്ന് തിരിച്ചറിയുമ്പോൾ അപ്പൊ എന്തായി? ആ സമയം ലോകമില്ല, വെറും തോന്നൽ മാത്രമായി ലോകം അവശേഷിക്കും. ഇപ്പൊ ലോകമില്ലാതാകും. സംസാരം, പ്രപഞ്ചം എങ്ങനെയാണ്? പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ സംസാരമാണ്. സംസാരം എന്താണ്? നാശമുള്ളതാണ്, സംസാര രൂപമാണ്. അപ്പോ ദുഃഖസ്വരൂപമായ ഈ സംസാരമേ ബ്രഹ്മം എന്ന് പറഞ്ഞാലോ? ഈ സംസാരം തന്നെയാണ് ബ്രഹ്മം എന്ന് പറയാൻ പറ്റില്ല. കാരണം എപ്പോൾ നമ്മൾ ബ്രഹ്മസ്വരൂപമായി മാറുന്നു, നമ്മൾ സ്വയം ബ്രഹ്മമാണെന്ന് തിരിച്ചറിയുന്നു, ആ സമയം ദുഃഖപൂർണമായ ഈ സംസാരമില്ല. രണ്ട് ആണെന്ന് പറഞ്ഞാൽ മോക്ഷം എന്നൊരവസ്ഥ ഇല്ലാണ്ടാവും. മോക്ഷം എന്നൊരവസ്ഥ ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. എത്രയോ ആചാര്യന്മാരെ നമുക്കിത് പറഞ്ഞു തന്നിരിക്കുന്നു. അപ്പൊ മോക്ഷമുണ്ട്. മോക്ഷമുള്ളത് ശരിയാവണമെങ്കിൽ ഇങ്ങനെ ദുഃഖസ്വരൂപമായ സംസാരം ബ്രഹ്മം എന്ന് പറഞ്ഞാൽ പറ്റില്ല. അപ്പോ ചേർന്നിരിക്കുന്നു എന്നാ ശരി, രണ്ടും കൂടെ ചേർന്നിരിക്കുന്നു, ലോകവും ബ്രഹ്മവും ചേർന്നിരിക്കുന്നു എന്ന് പറഞ്ഞാലോ? ഭിന്ന അപി അഭിന്ന അപി ഉഭയാത്മികാനോ? അങ്ങനെയും പറയാൻ പറ്റില്ല. ചേർന്നിരിക്കണോ എന്നും പറയാൻ പറ്റില്ല. അതിന് ഉദാഹരണം നേരത്തെ പറഞ്ഞു. ചേർന്നിരിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഭിന്ന അപി ന, അതായത് ബ്രഹ്മത്തിൽ നിന്ന് വേറെ അല്ല. അഭിന്ന അപി, വേറെ അല്ലാത്തതുമല്ല. ഉഭയാത്മിക അപിന, രണ്ടും കൂടെ ചേർന്നതും അല്ല. ഇനി മൂന്നാമത്തെ വരി നോക്കാം. സങ്കാപ്യനങ്കാപ്യുഭയാത്മികാനോ. അപ്പോ വീണ്ടും കയർപാമ്പിന്റെ ഉദാഹരണം തന്നെ വരണം മൂന്നാമത്തെ ഈ വരി മനസ്സിലാവണമെങ്കിൽ. കയറിന്റെ അംഗമാണ് പാമ്പ് എന്ന് പറയാൻ പറ്റുമോ? കയറിന്റെ, അതാണ് സങ്കപ്യനങ്കപ്യ എന്ന് പറയുന്നത്. സംഘം, കയറിന്റെ ഒരു അംഗമാണ് പാമ്പ് എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. നമ്മുടെ ശരീരത്തിലെ കയ്യ്, കാല് ഒക്കെ നമ്മുടെ അംഗമാണ്, അല്ലെ? അതുപോലൊരു അംഗമാണോ കയറിലെ പാമ്പ്? അല്ല, അവയവമല്ല. കയറിന്റെ അവയവമാണോ പാമ്പ്? അല്ല. അംഗമല്ല എന്നും പറയാൻ പറ്റില്ല. ഇനി കയറില്ലെങ്കിൽ പാമ്പുണ്ടോ? കയറവിടെ കിടപ്പില്ലെങ്കിൽ നമുക്ക് പാമ്പിനെ നമുക്ക് തോന്നില്ലല്ലോ, കയറിലല്ലേ തോന്നിയത്. അപ്പോ കയറില്ലെങ്കിൽ പാമ്പില്ല, കയറിന്റെ അംഗവുമല്ല. പിന്നെ രണ്ട് തമ്മിലുള്ള ചേർച്ചയും ഉഭയാത്മിക എന്നുള്ളതും പറയാൻ പറ്റില്ല. അപ്പൊ മൂന്നാമത്തെ വരിയിലും അത് തന്നെയാണ് പറയുന്നത്.
ശരിക്കും പറഞ്ഞാൽ ഉണ്ടെന്നും പറയാൻ പറ്റില്ല, ഇല്ലെന്നും പറയാൻ പറ്റില്ല, ഉണ്ടില്ലെന്നും പറയാൻ പറ്റില്ല. മായ ബ്രഹ്മത്തിന്റെ അംഗമോ അവയവോ ആണോ എന്ന് നേരെ മായയിലേക്ക് ഇവിടെ ബന്ധിപ്പിക്കാം. മായ ബ്രഹ്മത്തിന്റെ അംഗമോ അവയവമോ ആണോ? അല്ല. അംഗം എപ്പോൾ ഉണ്ടായി എന്ന് പറയാൻ പറ്റും അല്ലേ? ഒരു അംഗം എപ്പോഴാണ് ഉണ്ടാവണമെന്ന് പറയാമല്ലോ. ശരീരത്തിലെ ഗർഭസ്ഥ സ്ഥിതി ഉണ്ടായി കഴിഞ്ഞാൽ അംഗം ഉണ്ടാകുന്നത് അറിയുന്നുണ്ട്. അപ്പോ അത് എപ്പോഴുണ്ടായി എന്ന് പറയാൻ പറ്റും. എന്നാൽ മായയുടെ ഡിസ്ക്രിപ്ഷൻ വന്നപ്പോ എന്ത് പറഞ്ഞു? മായ എങ്ങനെയാണ്? അനാദി. അതിന്റെ ഉത്ഭവം പറയാൻ പറ്റില്ല. മായയുടെ അനാദിയാണ്, അതുകൊണ്ട് അംഗം എന്ന് പറയാൻ പറ്റില്ല. അംഗങ്ങളെല്ലാം അതിന്റെ ഉത്ഭവം നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. പക്ഷേ മായ ഉത്ഭവം അറിയാൻ സാധിക്കാത്തതാണ്, അനാദിയാണ്. അതുകൊണ്ട് അംഗമല്ല. അംഗമില്ലാത്തതാണ് മായ എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതും പറ്റില്ല. കാരണം മായയുടെ പരിണാമമാണ് പ്രപഞ്ചം. മായയുടെ പരിണാമമാണ് പ്രപഞ്ചം. മായയുടെ മാറ്റമാണ് ലോകം. അല്ലെ? പഠിച്ചു, നേരത്തെ പഴയ മറ്റു ഉപനിഷത്തിലൊക്കെ പഠിച്ചിട്ടുണ്ട്. മായയുടെ പരിണാമമാണ് പ്രപഞ്ചം. അപ്പോ അംഗം ഇല്ലാത്ത ഒന്നിന് പരിണാമം പറ്റുമോ? അതും പറ്റില്ല. അംഗമില്ലാത്ത ഒന്നിന് പരിണാമം ചെയ്യാൻ പറ്റില്ല. അതിനാൽ അംഗമില്ലാത്തത് എന്നും പറയാൻ പറ്റില്ല. അപ്പൊ എന്തായി? അംഗമുള്ളത് എന്നും പറയാൻ പറ്റില്ല, അംഗമില്ലാത്തത് എന്നും പറയാൻ പറ്റില്ല, ഉഭയാത്മിക എന്നും പറയാൻ പറ്റില്ല. അതായത് ചേർച്ച, ഇല്ല ഉണ്ട് എന്നുള്ളതിന്റെ ചേർച്ചയാണെന്നും പറയാൻ പറ്റില്ല. പിന്നെ ഇതെന്താണ്? ഇങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. എന്ത് പറ്റില്ല? സന്നപ്യനങ്ക ഉഭയാത്മികാനോ ഭിന്നപ്യഭിന്നപ്യുഭയാത്മികാനോ സംഗപ്യനങ്കപ്യുഭയാത്മികാനോ. പിന്നെ ഇതെന്ത്? വലിയ ചോദ്യമാണ്. അതാണ് ഈ ശ്ലോകം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പറഞ്ഞു. പിന്നെ ഇതെന്ത്? അപ്പോ പറയുന്നു മഹാത്ഭുത നിർവചനീയ രൂപ. മഹാത്ഭുത, മഹാത്ഭുത, വലിയൊരു അത്ഭുതമാണിത്. മഹാത്ഭുത, അനിർവചനീയം, വിവരിക്കാൻ പറ്റാത്തത്. അനിർവചനീയം, വിവരിക്കാൻ പറ്റാത്തത്. എന്താണ് ഈ വിവരിക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ? അനുഭവത്തിലുണ്ട്, സത്യത്തിലില്ല. അനുഭവത്തിൽ ഉണ്ട്, ഉണ്മയിൽ ഇല്ല. അതാണ് വിവരിക്കാൻ പറ്റാത്തത്. അനുഭവത്തിലുണ്ട്, ഉണ്മയിൽ സത്യത്തിൽ ഇല്ല. അതാണ് മായ, അതാണ് അനാത്മ. അനിർവചനീയ രൂപ, മഹാത്ഭുതാനിർവചനീയ രൂപ എന്നുള്ളതിനെ മഹാ അത്ഭുത അനിർവചനീയ രൂപ. ഒറ്റ വാക്കേ ഉള്ളൂ ഇവിടെ, അനിർവചനീയം. മായ എന്താണ്? അനിർവചനീയം, അനിർവചനീയം. ഈ ശ്ലോകം എന്താ പറഞ്ഞേ? ആദ്യം അനാത്മ എന്ന തത്വത്തെ നമുക്ക് വിശദീകരിച്ചു, പഠിച്ചു. നമ്മള് ലോകത്തിലെ എല്ലാത്തിനെയും നമ്മൾ രണ്ടായിട്ട് പിരിച്ചു. ആത്മാ അനാത്മ എന്ന് പിരിച്ചു. ആത്മസ്വരൂപം സത്സ്വരൂപമാണെന്ന് പറഞ്ഞു. ബാക്കിയെല്ലാം ആത്മസ്വരൂപം ഒഴിച്ച് ബാക്കിയെല്ലാം അനാത്മ എന്ന് നമ്മൾ പഠിച്ചു. അതായത് ബാക്കിയെല്ലാം മായ എന്ന് പഠിച്ചു. അപ്പോൾ ഈശ്വരൻ മായ രണ്ടുണ്ടല്ലോ എന്ന ഒരു രണ്ട് തത്വത്തെ അവിടെ അറിയിച്ചു. അപ്പോ അങ്ങനെ അറിയിച്ചപ്പോ അത് ശരിയാണോ? രണ്ട് തത്വം ഉണ്ടോ എന്ന് നോക്കി. ഒരു തത്വം സത്യം, പരമാത്മ എന്നുള്ള തത്വം സത്യം. മായ എന്നുള്ള തത്വം, അതായത് പ്രപഞ്ചം, ലോകം എന്ന തത്വം മറ്റൊരു തത്വം. ആ തത്വം അനാത്മ എന്ന തത്വം, അതായത് ആത്മാ അല്ലാതെ ബാക്കി ഉള്ളതെല്ലാം എന്ന ഒരു തത്വം. ആ തത്വം മിഥ്യ. ആ തത്വം മിഥ്യ. ഇതാണ് വേദാന്തം. ബാക്കിയെല്ലാം മിഥ്യ എന്നുള്ളതാണ് വേദാന്തം. അതായത് ബ്രഹ്മസത്യം, ജഗത് മിഥ്യ എന്ന ശങ്കരാചാര്യസ്വാമി പറഞ്ഞിട്ടുള്ള ആ വലിയ വേദാന്ത വാക്യത്തിലെ മിഥ്യ, ജഗത് മിഥ്യ എന്നുള്ളതാണ് വേദാന്തം. അതിന്റെ ഒരു ചെറിയൊരു എക്സ്പ്ലനേഷനാണ്. ബ്രഹ്മസൂത്രത്തിലാണ് ഇതിന്റെ വലിയ എക്സ്പ്ലനേഷൻ എല്ലാം കിടക്കുന്നത്. അതിന്റെ നമുക്ക് സാധാരണ നിലയ്ക്കൊന്ന് മനസ്സിലാകാനുള്ള ഒരു ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞു തന്നത് ശങ്കരാചാര്യസ്വാമികള്.
മിഥ്യ എന്താണ് എന്നുള്ളത് ഇപ്പോ ഉണ്ടെന്നും പറയാൻ പറ്റില്ല, ഇല്ലെന്നും പറയാൻ പറ്റില്ല, രണ്ടിന്റെ ചേർച്ച എന്നും പറയാൻ പറ്റില്ല. അനുഭവത്തിലുണ്ട്, സത്യത്തിലില്ല. ഇതാണ് മിഥ്യ. അപ്പൊ ലോകം അങ്ങനെയല്ലേ? എല്ലാം നശിക്കുന്നതാണ്. അനുഭവത്തിൽ നമുക്ക് ഉണ്ട് എന്നാണ്. എപ്പോൾ ഒരിക്കൽ മോക്ഷം ലഭിക്കുന്നു, എപ്പോൾ ഒരിക്കൽ ബ്രഹ്മമാണ് ഞാനെന്ന് തിരിച്ചറിയുന്നു, എപ്പോൾ ഒരിക്കൽ ഞാൻ ആത്മാ എന്ന് തിരിച്ചറിയുന്നു, ആ സമയം ഈ ലോകം ഇല്ല. ഇതാണ് ജീവിതത്തിൽ അറിയേണ്ടതായ ജ്ഞാനം. അതുകൊണ്ട് തന്നെയാണ് ഈ ശ്ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം എന്ന് ഈ വിവേക ചൂടാമണിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമായിട്ട് ഈ ശ്ലോകത്തെ പറഞ്ഞത്. ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്നുള്ള ആ വലിയ വാക്യത്തിലെ ജഗത് മിഥ്യ എന്നുള്ള ഭാഗത്തെ ചെറുതായിട്ടെങ്കിലും നമുക്കൊന്ന് പറഞ്ഞു തരുന്നത് കൊണ്ടാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം എന്ന് പറഞ്ഞത്. ജീവിതത്തിൽ അറിയേണ്ടത് അതാണ്. ആത്മാ മാത്രമേ സത്യമായിട്ടുള്ളൂ. ബാക്കി ഇപ്പൊ നമ്മൾ ഉണ്ട് നമ്മൾ വിചാരിച്ചിരിക്കുന്നതെല്ലാം മിഥ്യയാണ്. അതാണ് മിഥ്യ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതല്ല, ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്നത്. അനുഭവത്തിൽ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്നതും യഥാർത്ഥത്തിൽ ഇല്ലാത്തതും. ഇപ്പൊ കയറും പാമ്പ് ഉദാഹരണം ഓർത്താ മതി. ആക്ച്വലി പാമ്പില്ലല്ലോ, ഉണ്ടെന്ന് തോന്നുന്നു. തോന്നുമ്പോ എന്തുണ്ടാവുന്നു? ഭയം ഉണ്ടാകുന്നു. പാമ്പിന്റെ നീളത്തെക്കുറിച്ച് സംസാരിക്കുന്നു, അത് ഏത് വകയിൽപ്പെട്ട പാമ്പാണെന്ന് സംസാരിക്കുന്നു, അതിന്റെ വിഷത്തെക്കുറിച്ച് സംസാരിക്കുന്നു, ഇനി ആ വിഷം ഏതിനെ ചികിത്സിക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നു. ആക്ച്വലി വെളിച്ചം വന്നപ്പോ എന്തായി? അവിടെ പാമ്പില്ല. അപ്പൊ അത്ര നേരം തോന്നിയതോ? തോന്നൽ. അത്ര നേരം കണ്ടത് തോന്നൽ. അതുപോലെയാണ് ജഗത്ത് എന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ്? വെളിച്ചം വന്നപ്പോൾ അവിടെ ശരിക്കും രണ്ട് വെളിച്ചത്തിലാണ് പാമ്പാണെന്ന് സംശയം തോന്നിയത്. ശരിയായിട്ടുള്ള വെളിച്ചം വന്നപ്പോ കയറാണെന്ന് തിരിച്ചറിഞ്ഞു. എന്നതുപോലെ ശരിയായിട്ടുള്ള വെളിച്ചം വരൽ ആണ് മോക്ഷം. അതാണ് അജ്ഞാനം മാറൽ, ജ്ഞാനലബ്ധി. ജ്ഞാനലബ്ധി കൊണ്ട് എന്തുണ്ടാവും? കയറിലെ പാമ്പ് പോവും. അതുപോലെ ഈ സംസാരത്തിലെ നമ്മളിപ്പോ അനുഭവിക്കുന്ന ദുഃഖപൂരിതമായ ഒരു സംസാരം ഇല്ലാതെ കണ്ടാം ഒന്നും ഉണ്ടാവില്ല, ഒരു ദുഃഖവും. പിന്നെ ആനന്ദമേ ഉള്ളൂ. കാരണം ഇതൊന്നും സത്യമല്ല എന്ന് തിരിച്ചറിഞ്ഞാൽ പിന്നെ വിഷമമുണ്ടോ? അപ്പൊ സ്വപ്നം ഉണർന്നു കഴിയുമ്പോൾ സ്വപ്നം സത്യമല്ല എന്ന് തിരിച്ചറിഞ്ഞു ഇല്ലേ? അങ്ങനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സ്വപ്നത്തെ കുറിച്ച് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുവോ? ഇല്ലല്ലോ. സ്വപ്നത്തിൽ നടന്നൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ല എന്ന് ഉറപ്പ് ഉണ്ടല്ലോ നമുക്ക് ഉണർന്നു കഴിയുമ്പോൾ. ആ ആ ഉണരൽ അത് തന്നെയാണ് ജ്ഞാനപ്രാപ്തി. ഇനി നമ്മൾ തിയേറ്ററിൽ പോയി സിനിമ കാണുന്നിരിക്കുക. ആദ്യം ചെല്ലുമ്പോ ആ സ്ക്രീനിൽ വെറും വെള്ള സ്ക്രീൻ, ഒന്നുമില്ല, അതിനകത്ത് യാതൊന്നുമില്ല, വെറും വെള്ള ശൂന്യമായ ഒരു സ്ക്രീൻ. അത് കഴിഞ്ഞ് സിനിമ തുടങ്ങി കഴിയുമ്പോൾ, പ്രൊജക്ടർ വർക്ക് ചെയ്ത് തുടങ്ങി കഴിയുമ്പോൾ, അതിലേക്ക് ചിത്രങ്ങൾ വന്നു കഴിയുമ്പോൾ വലിയൊരു സ്റ്റോറി വരുന്നു. പിന്നെ എന്തെല്ലാമാ, നമ്മള് എത്രയോ വർഷങ്ങളാണ് അതിനകത്തൂടെ സഞ്ചരിക്കുന്നത് ഇല്ലേ? നമ്മളിവിടെ ഇരുന്നു കൊണ്ട് എത്രയോ വർഷങ്ങൾ അതിനകത്ത്. ഒരു കുഞ്ഞുണ്ടാകുന്നു, കുഞ്ഞ് ജനിക്കുന്നു, വരുന്നു, വളരാകുന്നു, കല്യാണം കഴിക്കുന്നു, ഇങ്ങനെ എന്തുമാത്രം കഥകളാണ്. ഒരാളുടെ അല്ല, എത്രയോ പേരുടെ പല പല കഥകൾ അതിൽ കൂടെ കടന്നു പോകും. നമ്മൾ മുമ്പിൽ നിൽക്കും. യഥാർത്ഥമാണോ? അല്ല. പക്ഷെ യഥാർത്ഥത്തില് ആ സന്ദർഭത്തില് നമ്മൾ ഉള്ള പോലെ, ആ കഥയിൽ നമ്മളും കൂടെ ഇൻവോൾവഡ് ആയ പോലെ നമ്മൾ അത് അനുഭവിച്ച് അവിടെ ഇരുന്ന് ആസ്വദിക്കുന്നുണ്ടല്ലോ. അതിനകത്ത് ഇൻവോൾവഡ് ആവുന്നുണ്ട്. കരയും, ചിലപ്പോ എണീറ്റ് എന്തെങ്കിലുമൊക്കെ പറയും, ചിലപ്പോ കരയും, ഒത്തിരി മനസ്സിൽ പ്രയാസം ഉണ്ടാവും, ചിലപ്പോ ഒരുപാട് സന്തോഷം ഉണ്ടാവും, പല കാര്യങ്ങളും സംഭവിക്കും. അത് കഴിഞ്ഞ് വീണ്ടും എന്തായി? പ്രൊജക്ടർ ഓഫ് ചെയ്യുമ്പോൾ ആ ശൂന്യമായ ഒന്നുമില്ലാത്ത വെറും പ്ലെയിൻ ആയിട്ടുള്ള ആ തിരശ്ശീല കാണാം. അപ്പൊ ഈ തിരശ്ശീലയിലെ പടം വന്നും പോകും. അതുപോലെ തന്നെയാണ് ഈ സംസാരവും. ഇത് വരികയും പോവുകയും ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴാണ് ഇല്ലാണ്ടാവുന്നത്? എപ്പോഴാണോ ആ പ്രൊജക്ടർ ഓഫ് ആവുന്നത്. അതായത് ആ വെളിച്ചം അങ്ങോട്ട് പ്രൊജക്ട് ചെയ്തിരുന്ന, മായ പ്രൊജക്ട് ചെയ്തിരുന്ന അതില്ലാതെ ഉണ്ടാവുന്നത്. അതിനെ നമ്മൾ തിരിച്ചറിയും, മായയാണെന്ന് തിരിച്ചറിയുന്നത്.
യഥാർത്ഥമല്ല എന്ന് തിരിച്ചറിയുന്നത്. അപ്പോൾ നമുക്ക് പ്രയാസമില്ല. സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോ തന്നെ അവിടെ കൊല്ലുന്നതും വെട്ടുന്നതും ഒക്കെ കാണുമ്പോൾ ഒരു സെക്കൻഡ് നമ്മൾ ഇത് യഥാർത്ഥമല്ലോ എന്ന് വിചാരിച്ചാലോ, അപ്പൊ നമുക്ക് പിന്നെ അതിന് യാതൊരു പ്രയാസമില്ല, അത് കാണും. മറ്റതങ്ങനെയല്ല, നമ്മൾ ഇങ്ങോട്ട് അതിനകത്ത് മുഴുകിയിരിക്കുമ്പോൾ വലിയ വിഷമമാണ് നമുക്ക്. അത് വളരെ രസമായിട്ടുള്ളൊരു ഉദാഹരണമാണ് സിനിമ കാണുന്നത്. തിയേറ്ററിൽ സിനിമ കാണുന്നത് പാമ്പം കാരണക്കാരിലും പുറകോടെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ആക്ച്വലി ഒന്നും ഇല്ലാത്തതാണ്. പക്ഷെ നമ്മൾ 3 മണിക്കൂർ നേരം ഇതെല്ലാം അനുഭവിച്ചു, കരയുകയും പിടിക്കുകയൊക്കെ ചെയ്തു, പല കാര്യങ്ങളും ഇത് പല സ്ഥലത്തും സഞ്ചരിച്ചു, നമ്മളെല്ലാം അനുഭവിച്ചു കംപ്ലീറ്റ് 2-3 മണിക്കൂർ നേരം. അത് കഴിഞ്ഞപ്പോഴൊന്നുമില്ല. പിന്നെ അതിനോർത്ത് വീട്ടിൽ ഇപ്പൊ വിഷമിക്കാറുണ്ടോ? ഇല്ലല്ലോ. അതിനെ ഓർത്ത് പിന്നീട് വിഷമിക്കാറൊന്നുമില്ല. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ അത് മാനസികമായിട്ടുള്ള പ്രശ്നമാണ്. അങ്ങനെ സാധാരണ നിലയ്ക്ക് ഉണ്ടാവില്ല. അപ്പോ അങ്ങനത്തെ വലിയ തത്വത്തെ പറഞ്ഞു തന്നതാണ് ഈ ശ്ലോകം. ഈ ശ്ലോകത്തെ പല പ്രാവശ്യം കേട്ട് അത് മനസ്സിൽ ഉറപ്പിച്ച് ആ കയറും പാമ്പും എന്നുള്ള ഉദാഹരണവും അതേമാതിരി തിയേറ്ററും തിരശ്ശീലയും അതിൽ വരുന്ന പടങ്ങളും നമ്മൾ കാഴ്ചക്കാരനായിരിക്കുന്നതും ഒക്കെ ഓർത്ത് കുറെ അതിനെക്കുറിച്ച് മനനം ചെയ്താൽ നമുക്ക് ഇത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ജീവിതത്തിലെ ഒരുപാട് വിഷമം നമ്മുടെ ഉള്ളിൽ നിന്ന് മാറും. അതിന് മരിക്കണമെന്നൊന്നുമില്ല, മരണമൊന്നും വരണ്ട. മരിച്ചിട്ടല്ല ഈ മോക്ഷം, ഇപ്പൊ തന്നെയാണ് അതൊക്കെ ലഭിക്കേണ്ടത്. ഇത് സത്യമല്ല എന്ന് ഉള്ളിൽ വരുംതോറും മനസ്സിലെ പ്രയാസങ്ങൾ മാറി മനസ്സ് ആനന്ദത്തിലേക്ക് വരും. മെല്ലെ മെല്ലെ മനസ്സ് സന്തോഷത്തിലേക്ക് വരും. ദുഃഖം മാറിയ സന്തോഷമല്ലേ, പിന്നെന്താ അവിടെ വേറെ ഉള്ളേ? ഇപ്പൊ എന്താണ്? ഇപ്പൊ ആകുലതകൾ, ഭയം, ഇതൊക്കെയാണല്ലോ ഇപ്പോ. എന്ത് സംഭവിക്കും എന്നുള്ള ഭയം. നാളെ എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല. തോന്നലാണ്, ഇത് മുഴുവൻ തോന്നലാണ് എന്നുള്ളത് ഉറപ്പ് വരണം. സ്വപ്നത്തിൽ ഓർത്താൽ മതി. സ്വപ്നത്തിൽ എന്തെല്ലാം കണ്ടെന്നെല്ലാം ഒന്നും ഉണ്ടായില്ല, ഉണർന്നപ്പോ എല്ലാം പോയില്ലേ എന്ന് പറഞ്ഞ മാതിരി ഇവിടത്തെ ഉണരൽ, നമ്മൾ സ്വയം ആത്മാവിന് തിരിച്ചറിയുന്ന ഉണരൽ ഉണ്ടാകുമ്പോൾ ആചാര്യന്മാർ എത്രയോ പറഞ്ഞു തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഇതിൽ നിന്ന് മുക്തി ലഭിക്കും. അതല്ലേ മുക്തി? ജീവൻ മുക്തൻ. എന്താണ് ജീവൻ മുക്തൻ? ഇതിൽ നിന്നാണ് മുക്തി. ഈ പറഞ്ഞ ഈ സംസാരത്തിൽ നിന്ന് മുക്തി. ഉണ്ട് ഇത് തോന്നിക്കൊണ്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതിൽ കയറിൽ പാമ്പുണ്ട് വിചാരിച്ച് പാമ്പിനെ കുറിച്ച് സംസാരിക്കുകയും വിഷമിക്കുകയും അതിന്റെ വിഷത്തെക്കുറിച്ച് സംസാരിക്കുകയും അതിന്റെ ചികിത്സയെക്കുറിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ തോന്നൽ തന്നെയാണ് ഇവിടെ ഉണ്ട് എന്നുള്ള തോന്നൽ കൊണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സാധാരണയായിട്ട് നമ്മൾ കാണുന്നതിനെയും അനുഭവിക്കുന്നതിനെയും ഉണ്ട് എന്നും അനുഭവിക്കാത്തതിന് ഇല്ല എന്നും പറഞ്ഞു വരും. എന്നാൽ നമ്മൾ കണ്ട പാമ്പ് അനുഭവത്തിലുണ്ട്, പക്ഷെ ശരിക്കും ഇല്ല. അപ്പോ ഏതാണ് മിഥ്യ? ശരിയല്ലേ? അനുഭവിക്കുന്നു പക്ഷെ ഇല്ല, അതാണ് മിഥ്യ. അനുഭവിക്കുന്നു പക്ഷെ ഇല്ല. അങ്ങനെ ഈ അനാത്മാ എല്ലാം അങ്ങനെയാണ്. പാമ്പ് കയറും മാത്രമല്ല, അനാത്മാവായിട്ടുള്ളതെല്ലാം അങ്ങനെ തന്നെയാണ്. അനുഭവിക്കുന്നു, യഥാർത്ഥത്തിൽ ഇല്ല. സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങൾ എല്ലാം അനാത്മ. അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളെല്ലാം അനാത്മ. എന്താ വെച്ചാൽ നമുക്ക് നേരത്തെ നമ്മുടെ ഉള്ളില് വലിയൊരു ചോദ്യചിഹ്നം വന്നിട്ടുണ്ടാകണം. അതായത് സ്ഥൂല ശരീരത്തെ പറഞ്ഞപ്പോൾ അതില്ലാണ്ടാവണം നമുക്ക് കാണുന്നുണ്ട്. സൂക്ഷ്മ ശരീരം ഇല്ലാതാകാൻ മനസ്സ് ആഗ്രഹങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാണ്ടായാൽ സൂക്ഷ്മ ശരീരം ഇല്ലാണ്ടാവും എന്നും പറഞ്ഞു. പാപപുണ്യങ്ങൾ ഇല്ലാണ്ടായാൽ കാരണ ശരീരവും ഇല്ലാതെ ഉണ്ടാവും എന്നുള്ളതാണ് തിയറി. അപ്പോ ഇവിടെ എന്താ പറയുന്നത്? അപ്പൊ കാരണശരീരം ഇല്ലാണ്ടാകുന്നതിനെ കുറിച്ചാണ്. വാസനകളാണ് അത്. പ്രളയകാലത്ത് പോലും അവിടെ ലയിച്ചിരിക്കും. വീണ്ടും സൃഷ്ടി തുടങ്ങുമ്പോൾ ത്രിഗുണാത്മകമായിട്ടുള്ള കാലത്തിന്റെ ക്ഷോഭം കൊണ്ട് കാലം പ്രവർത്തിക്കുമ്പോൾ അതിനകത്ത് ഓൾറെഡി 3 സത്വരജ തമോ ഗുണങ്ങളുണ്ട്. അവയുടെ സന്തുലിതാവസ്ഥയിൽ വ്യത്യാസം വന്നു തുടങ്ങുമ്പോൾ ജീവൻ പ്രവർത്തിച്ചു തുടങ്ങും എന്നാണ് നമ്മൾ കണ്ടത്. അപ്പോ ഇപ്പൊ പറയുന്നത് എന്താണ്? ആ കാരണശരീരവും മിഥ്യയാണെന്നാ പറയുന്നത്. അപ്പോൾ മോക്ഷത്തിന്റെ ആ പദവിയെ കുറിച്ച് ആലോചിച്ച് നോക്കുക. മോക്ഷം എന്നുള്ള ആ ജ്ഞാനം, ശരിയായിട്ടുള്ള ആ ജ്ഞാനം വരുമ്പോ കാരണശരീരമൊന്നും ഇല്ല ഇവിടെ. അതാണ് അതിമിഥ്യയാണ് എന്ന് പറയും. അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് ബുദ്ധിമുട്ടേണ്ട കാര്യം, കാരണശരീരം എങ്ങനെ കളയുന്ന ബുദ്ധിമുട്ടണ്ട, ഒന്നും ബുദ്ധിമുട്ടേണ്ട കാര്യം. ഇതെല്ലാം പോക്കോളൂ. ഇപ്പോ ജ്ഞാനം ലഭിക്കുക. എന്താണ് ജ്ഞാനം? ഞാൻ ഈ ശരീരമല്ല, ഞാൻ ആത്മാവാണ്.
ഞാൻ ഈ ശരീരമല്ല എന്നുള്ളത് പോലെ തന്നെയാണ് ഞാൻ ഈ പുറത്ത് കാണുന്നതൊന്നും വാസ്തവമല്ല. ഞാൻ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കുന്ന ഈ ലോകം മിഥ്യയാണ്. അനുഭവിക്കുമ്പോ അപ്പൊ അനുഭവിക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഉടനെ പാമ്പും കയറി ആലോചിക്കണം. അവിടെ അനുഭവിക്കുന്നുണ്ട്, പാമ്പിനെ അനുഭവിക്കുന്നുണ്ട്, പാമ്പുണ്ട് എന്ന് പറഞ്ഞ ഭയം അനുഭവിക്കുന്നു. അതുപോലെ തന്നെയാണല്ലോ ഈ ലോകത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ അനുഭവിക്കുന്നത്. അങ്ങനെ മനനം ചെയ്ത് ഈ സത്യത്തെ മനസ്സിലാക്കാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. അവ്യക്തമേതത് ത്രിഗുണൈർനിരുക്തം തത്കാരണം നാമ ശരീരമാത്മനഃ സുഷുപ്തിരേതസ്യ വിഭക്ത്യവസ്ഥാ പ്രലീന സർവേന്ദ്രിയ ബുദ്ധിവൃത്തിഃ. അവ്യക്തമേതത് ത്രിഗുണൈർനിരുക്തം തത്കാരണം നാമ ശരീരമാത്മനഃ സുഷുപ്തിരേതസ്യ വിഭക്ത്യവസ്ഥാ പ്രലീന സർവേന്ദ്രിയ ബുദ്ധിവൃത്തിഃ. അവ്യക്തമേതത് ത്രിഗുണൈർനിരുക്തം തത്കാരണം നാമ ശരീരമാത്മനഃ സുഷുപ്തിരേതസ്യ വിഭക്ത്യവസ്ഥാ പ്രലീന സർവേന്ദ്രിയ ബുദ്ധിവൃത്തിഃ. അപ്പോ നമ്മൾ ഇതിന് തുടങ്ങിയത് 7 ചോദ്യങ്ങൾ ചോദിച്ചു ശിഷ്യൻ. അതില് 5ാമത്തെ ചോദ്യത്തിന്റെ മറുപടിയാണ് ആചാര്യസ്വാമി നേരത്തെ പറഞ്ഞു തുടങ്ങി. ഓർഡറിലൊന്നുമല്ല, ഇടയിലൊരു ചോദ്യം, 5ാമത്തെ ചോദ്യം എടുത്തു. അതാണ് ഇപ്പൊ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അനാത്മാ എന്നാൽ എന്ത് എന്നുള്ളതിൽ നിന്നാണ് വന്നത്. അപ്പൊ അനാത്മാ എന്നാൽ 3 ശരീരം എന്ന് പറഞ്ഞു. സ്ഥൂല, സൂക്ഷ്മ, അതിന് കാരണമായ കാരണശരീരം. അങ്ങനെ അത് തന്നെയാണ് മായ എന്നും പറഞ്ഞു. അത് തന്നെയാണ് പരമേശ ശക്തി എന്നും പറഞ്ഞു ആ ശ്ലോകത്തില്. അവിദ്യ അത് തന്നെ എന്ന് പറഞ്ഞു. കാരണ, സൂക്ഷ്മ, സ്ഥൂല ശരീരങ്ങൾ മിഥ്യ എന്ന് കഴിഞ്ഞ ശ്ലോകത്തിലും പറഞ്ഞു. ഇവിടെ വീണ്ടും ഈ കാരണ ശരീരത്തെ ഒന്നുകൂടെ വിവരിച്ചു തരികയാണ് ചെയ്യുന്നത്. കാരണ ശരീരത്തെ ഒന്നുകൂടെ വിവരിക്കുന്നു. എന്താ കഴിഞ്ഞ ശ്ലോകങ്ങൾ കൊണ്ടൊന്നും നമുക്കത് ശരിക്കും മനസ്സിലാക്കി കാണില്ല എന്നുള്ളത് ശങ്കരാചാര്യസ്വാമിക്ക് അറിയാം. അതുകൊണ്ട് ഇവിടെ വീണ്ടും അതിനെ ഒന്ന് വിവരിക്കുകയാണ്. അവ്യക്തമേതത് ത്രിഗുണൈർനിരുക്തം. അവ്യക്തമേതത് ത്രിഗുണൈർനിരുക്തം. അവ്യക്തം ഏതത്. ഏതത് എന്ന് പറഞ്ഞാൽ ഇത്. അവ്യക്തം എന്താണ്? വ്യക്തമല്ലാത്തത്. വ്യക്തം എന്ന് പറഞ്ഞാൽ എന്താണ്? വെളിപ്പെടുന്നത്. അവ്യക്തം വെളിപ്പെടാത്തത്. എന്താണോ വെളിപ്പെടാത്തത് അതിനെ അവ്യക്തം എന്ന് പറയും. അതായത് വെളിപ്പെടുക എന്ന് പറഞ്ഞാൽ കാണുക. വെളിപ്പെട്ടില്ല കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ സ്പർശിക്കാൻ പറ്റില്ല, അറിയാൻ പറ്റില്ല. അത് വെളിപ്പെടാത്തത്. സൂക്ഷ്മമായിട്ടുള്ളത്. അങ്ങനെ ധാരാളം ഉണ്ടല്ലോ സൂക്ഷ്മമായിട്ടുള്ള വെളിപ്പെടാത്തത്. സൂക്ഷ്മമായതിലും സൂക്ഷ്മമാണ് കാരണ ശരീരം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാന്ന് വെച്ചാൽ ഒരു വിത്തിനുള്ളിൽ ഒരു വലിയ വൃക്ഷം ഒരു വിത്തിനുള്ളിൽ അടങ്ങിയിരിക്കുന്നു. സൂക്ഷ്മത്തിൽ സൂക്ഷ്മമായിട്ടിരിക്കുന്നു. അപ്പൊ അവ്യക്തമാണത്. ഈ കാരണ ശരീരത്തെ അവ്യക്തമേതത് എന്ന് പറഞ്ഞു. പിന്നെയോ ത്രിഗുണൈർനിരുക്തം. നിരുക്തം എന്ന് പറഞ്ഞാൽ പറയപ്പെട്ടത്, വിവരിക്കപ്പെട്ടത് എന്നാണ് നിരുക്തം എന്നുള്ള വാക്കിനർത്ഥം. വിവരിക്കപ്പെട്ടത്, പറയപ്പെട്ടത്. ത്രിഗുണൈഹി 3 ഗുണങ്ങളോട് കൂടിയവ എന്ന് ഈ കാരണ ശരീരത്തെ പറയും. ത്രിഗുണൈഹി 3 ഗുണങ്ങൾ ചേർന്നവയാണെന്ന് പറയും. തത് കാരണം നാമ ശരീരമാത്മനഃ. തത് കാരണം നാമ ശരീരമാത്മനഃ. ആത്മനഃ ആത്മാവിന്റെ. കാരണശരീരം നാമ കാരണശരീരം എന്ന് പറയുന്നു. ആത്മാവിന്റെ കാരണശരീരം എന്ന് പറയുന്നു. 3 ഗുണങ്ങളോട് കൂടി
വെളിപ്പെടാത്ത ഈ സൂക്ഷ്മ തത്വത്തിനെ കാരണശരീരം എന്ന് ആചാര്യസ്വാമികൾ പറഞ്ഞു തരിക. ഇവിടെ ആചാര്യസ്വാമികൾ അഡീഷണൽ ആയിട്ട് പറഞ്ഞു തരുന്ന ഒരു ഇൻഫർമേഷൻ ആണിത്. ആചാര്യസ്വാമി മാത്രം പറഞ്ഞിട്ട് ഒരു പ്രത്യേക ഭാഗമാണിത് കൂടുതലായിട്ട് വരുന്നത്. 3 ഗണങ്ങളോട് കൂടി ഈ വെളിപ്പെടാതെ ഇരിക്കുന്ന ഈ തത്വം, ഇതിനെയാണ് കാരണശരീരം എന്ന് പറയുന്നേ. ഇനി ഈ കാരണശരീരത്തില് ഒരാള് അഭിമാനം വെച്ചാൽ എന്തുണ്ടാവും? കാരണശരീരം നമ്മൾ നേരത്തെ പറഞ്ഞു, സ്ഥൂല ശരീരാഭിമാനം, സൂക്ഷ്മ ശരീരാഭിമാനം ഒക്കെ പറഞ്ഞു. അപ്പൊ കാരണ ശരീരത്തില് ഒരാൾ അഭിമാനം വെച്ചാൽ എന്ത് സംഭവിക്കും? സ്ഥൂല ശരീരത്തിൽ അഭിമാനം വെക്കുമ്പോൾ എന്താണ് ആ അവസ്ഥയുടെ പേര് ഓർമ്മയുണ്ടോ? സ്ഥൂല ശരീരത്തില് അഭിമാനം വെക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ, ആ അവസ്ഥയുടെ പേരെന്താണ്? ജാഗ്രത് അവസ്ഥ. ഓർക്കണം അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓർത്താലേ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. ഇനി ഉണർന്നിരിക്കുന്ന അവസ്ഥയ്ക്കാണ് സ്ഥൂല ശരീരത്തിൽ അഭിമാനം വെക്കുക എന്ന് പറയുന്നത്. ഇനി ആ സമയത്ത് എന്താ ഉണ്ടാവണേ? ഉണർന്നിരിക്കുമ്പോ ലോകത്തെ അനുഭവിക്കുന്നു, അല്ലെ? നമ്മളീ കാണുന്ന സ്ഥൂല പ്രപഞ്ചത്തെ അനുഭവിക്കുന്ന അവസ്ഥയാണ് ഉണർന്നിരിക്കുന്ന അവസ്ഥ. സ്ഥൂല ശരീരത്തിൽ അഭിമാനം വെച്ച സ്ഥൂല പ്രപഞ്ചത്തെ അനുഭവിക്കുന്നു. ഓക്കെ, അടുത്തത് സൂക്ഷ്മ ശരീരത്തിൽ അഭിമാനം വെക്കുമ്പോൾ എന്തുണ്ടാവുന്നു? സൂക്ഷ്മ ശരീരത്തിൽ അഭിമാനം വെക്കുമ്പോൾ മനസ്സ് മാത്രമാണ് പ്രവർത്തിക്കുന്നത്. ശരീരത്തിലെ അവയവങ്ങൾ പ്രവർത്തിക്കുന്നില്ല. അവരെല്ലാം ഇന്ദ്രിയങ്ങൾ, ശരീരത്തിലെ ഇന്ദ്രിയങ്ങളെല്ലാം ഒതുങ്ങിയിരിക്കുന്നു. അവരൊക്കെ വർക്ക് ചെയ്യാതെ മിണ്ടാതിരിക്കുന്നു. മനസ്സ് മാത്രം വർക്ക് ചെയ്യുന്നു. അപ്പോ സ്വപ്നം കാണുന്നു. സ്വപ്നം കാണുമ്പോ കയ്യും കാലും മൂക്കൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ? സ്വപ്നത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആക്ച്വലി പ്രവർത്തിക്കുന്നുണ്ടോ? നമ്മൾ അനങ്ങുന്നുണ്ടോ? ഇല്ല. കണ്ണ് തുറന്ന് നോക്കുന്നുണ്ടോ? ശ്വസിക്കുന്നുണ്ടോ? ചവയ്ക്കുന്നുണ്ടോ? ഒന്നും ചെയ്യുന്നില്ല. അപ്പോ മനസ്സ് മാത്രം പ്രവർത്തിക്കുന്നു. ആ സ്വപ്നാവസ്ഥയില് സ്വയം, മനസ്സ് സ്വയം ഒരു ലോകം സൃഷ്ടിച്ച് അതില് വ്യാപരിച്ചുകൊണ്ടിരിക്കും. മനസ്സ് സ്വയം ഒരു ലോകത്തെ സൃഷ്ടിച്ച് അതിൽ വ്യാപരിക്കുന്നു. യഥാർത്ഥമായിട്ടുള്ളതല്ലല്ലോ അത്. ചിന്തിച്ചറിയാലോ, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമേ ഇല്ല. സ്വയം ഒരു ലോകം സൃഷ്ടിച്ച് അതിനകത്ത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ദിവാസ്വപ്നം പോലെ അങ്ങനെ നമ്മൾ കാണാറുണ്ട്. ഇനി സ്ഥൂല ശരീര അഭിമാനവും സൂക്ഷ്മ ശരീര അഭിമാനവും വിട്ട് കാരണ ശരീരത്തിൽ മാത്രം അഭിമാനം വെക്കുമ്പോ എന്താ ഉണ്ടാവണേ? അപ്പോ ആ ജീവന് ലഭിക്കുന്ന അവസ്ഥയാണ് ആഴ്ന്ന ഉറക്കം, ഗാഠനിദ്ര എന്ന് പറയുന്ന ആ അവസ്ഥ. ഒന്നും അറിയാത്ത ഒരു അവസ്ഥ. അപ്പോ സ്ഥൂല ശരീര അഭിമാനവും പോയി, സൂക്ഷ്മ ശരീര അഭിമാനവും പോയി, കാരണ ശരീര അഭിമാനത്തിലേക്ക് വന്നിരിക്കുക. അവിടെ ആരും പ്രവർത്തിക്കുന്നില്ല. മനസ്സും പ്രവർത്തിക്കുന്നില്ല, ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്നില്ല. അതാണ് സുഷുപ്തി അവസ്ഥ. അഭിമാനവും ആനന്ദവും ഒന്നും അറിയുന്നില്ല. എന്താണ് ആനന്ദം എന്ന് പറയാൻ കാരണം? ഒന്നും അറിയുന്നില്ല. വിഷമമുണ്ടോ? സങ്കടമുണ്ടോ? ദേഷ്യമുണ്ടോ? വെറുപ്പുണ്ടോ? ഒന്നുമില്ലല്ലോ. അപ്പൊ പിന്നെ ആ അവസ്ഥയ്ക്ക് എന്താണ് പേര്? അതാണ് സുഖമായിട്ട് ഉറങ്ങിയെന്ന് പറഞ്ഞ് എണീക്കുന്നത്. സുഖമായി ഉറങ്ങി എന്ന് പറഞ്ഞല്ലേ എണീക്കുന്നേ. സംശയമില്ലല്ലോ കാര്യത്തിൽ. ആഴ്ന്ന ഉറക്കം കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്വപ്നം കണ്ടു ആ പാടെ ഉറക്കം ശരിയായില്ല എന്നൊക്കെ പറയും. ആഴ്ന്ന ഉറക്കം ലഭിച്ച ഒരാള് എണീക്കുന്നത് സുഖമായി ഉറങ്ങി എന്നാണ്. ആ സുഖം എന്നുള്ളതാണ് തന്നെയാണ് ആനന്ദം. കാരണം ആ സമയം വേറൊന്നും അറിയുന്നില്ല. അവരവനിലിരിക്കുന്നു, ആത്മാവിലിരിക്കുന്നു. പക്ഷേ തിരിച്ചെണീറ്റ് വരുമ്പോ ഞാൻ അവിടെ ഇരുന്നിരുന്നു എന്ന് അറിയുന്നുണ്ട്. അപ്പോ സുഖമുണ്ട് എന്നറിയുന്നുണ്ട്. അപ്പോ ആനന്ദം ലഭിക്കുന്നത് കൊണ്ടാണ് ഉറങ്ങുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഉറങ്ങാൻ പറ്റില്ല. ആനന്ദം ലഭിക്കുന്നത് കൊണ്ട് അങ്ങനെ ഉറങ്ങുന്നത്, അല്ലെങ്കിൽ ഉറങ്ങത്തില്ല. അത് ഈശ്വരൻ തന്നെ ഓരോ ദിവസവും ഈ ജീവന് അനുഭവിക്കാനായിട്ട് വെച്ചിരിക്കുന്ന ഒരു വലിയ ഭാഗ്യമുള്ള ഒരു സംഭവമാണ്. എല്ലാ ജീവികൾക്കും ഈശ്വരൻ കൊടുത്തിരിക്കുന്ന ഒരു വരദാനം, മനുഷ്യന് സഹിതം.
അപ്പൊ ഉണർന്നിരിക്കുന്നു, സ്വപ്നം കാണുന്നു, ഗാഠനിദ്രയിൽ പോകുന്നു. മൂന്നവസ്ഥകള്. അപ്പൊ 3 ശരീര അഭിമാനമാണ് അവിടെ വെച്ചുകൊണ്ടിരുന്നത്. അപ്പൊ എന്താ പറഞ്ഞേ? സുഷുപ്തി ഏതസ്യ വിഭക്ത്യവസ്ഥ എന്നടുത്ത വരി പറഞ്ഞു. സുഷുപ്തി ഏതസ്യ വിഭക്ത്യവസ്ഥ എന്ന് പറഞ്ഞു. സുഷുപ്തി ആഴ്ന്ന ഉറക്കം, വിഭക്തി എന്നാൽ വേറിട്ട അനുഭവം. വിഭക്തി എന്ന് പറഞ്ഞാൽ വേറിട്ട അനുഭവം, എന്നാൽ വേറിട്ട അവസ്ഥ, അനുഭവം. ഏതസ്യ ഇതിന്റെ കാരണ ശരീരത്തിന്റെ, കാരണശരീരത്തിന് കിട്ടുന്ന വേറിട്ട ഒരു അനുഭവമാണ് ഗാഠനിദ്ര. കാരണശരീരത്തിന് കിട്ടുന്ന വേറിട്ട ഒരു അനുഭവമാണ് ഗാഠനിദ്ര. 4-ാമത്തെ വരിയില് ഗാഠനിദ്രയുടെ ലക്ഷണം പറഞ്ഞു തരികയാണ് വീണ്ടും. ഈ കാരണശരീരത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും സ്വാമികൾ ആ വഴിയിലേക്ക് വന്നത്. പ്രലീന സർവേന്ദ്രിയ ബുദ്ധിവൃത്തി, പ്രലീന സർവേന്ദ്രിയ ബുദ്ധിവൃത്തി, എല്ലാ ഇന്ദ്രിയങ്ങളും ചിന്തകളും അടങ്ങിയ അവസ്ഥ. ബുദ്ധിയുണ്ട് ആ സമയത്ത്? ബുദ്ധി പ്രവർത്തിക്കുന്നുണ്ടോ? ഇല്ല, ആ സമയത്ത് ബുദ്ധി ഉപയോഗിക്കുന്നില്ല, അടങ്ങിയിരിക്കുകയാണത്. എല്ലാം ലയിച്ചു മിണ്ടാതിരിക്കുകയാണ് അവിടെ. ഉണർന്ന ഉടനോ അതേ ഇന്ദ്രിയങ്ങളെല്ലാം പടപടപെടാന്ന് പ്രവർത്തിക്കാൻ തുടങ്ങും, ബുദ്ധി പ്രവർത്തിക്കാൻ തുടങ്ങും, ചിന്തകൾ വരും, എല്ലാവരും ആക്റ്റീവോ. 19 പേരും ആക്റ്റീവോ. 5 5 15 15 4 19. ചിത്തം, ബുദ്ധി, അഹങ്കാരം എന്നുള്ള ആ 4 വെക്കുക. പ്രലീനഹ എന്നുള്ള വാക്കാണ് ഇവിടെ ഉപയോഗിച്ച്. എന്താണത്? അടങ്ങി ഇരിക്കുന്നു, അടങ്ങിയിരിക്കുന്നു. എന്താണത്? പ്രലീന സർവേന്ദ്രിയ ബുദ്ധിവൃത്തി, എല്ലാ ഇന്ദ്രിയങ്ങളും ബുദ്ധിയും അടങ്ങിയിരിക്കുന്നു. പ്രലീനഹ അടങ്ങിയിരിക്കുന്നു. സൂക്ഷ്മശരീരം അടങ്ങി, സ്ഥൂല ശരീരം ജഡം പോലെ ഇരിക്കുന്നു. അന്ധഃകരണം അടങ്ങിയിരിക്കുന്നു, അന്ധഃകരണം അടങ്ങിയിരിക്കുന്നു, ഒതുങ്ങിയിരിക്കുന്നു. ആർക്ക്? ജീവന്. അപ്പോ കാരണശരീരത്തിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ഗാഠനിദ്രയിൽ പ്രവേശിക്കുമ്പോ അപ്പോൾ നമ്മൾ കാരണശരീരത്തിലാണ് ഇരിക്കുന്നത്. അപ്പൊ കാരണശരീരം ഉണ്ട്, അവിടെ ഇരിക്കുന്നുണ്ട് നമ്മൾ. മായ എന്നുള്ള തത്വം, മിഥ്യ എന്നുള്ള തത്വത്തിന്റെ പോകുമ്പോൾ ഇത് മനസ്സിലാക്കണം, ഇതില്ലാണ്ടാകും. അതും മിഥ്യയാണ്. നമ്മളവിടെ ഇരിക്കുന്നത് പറഞ്ഞാൽ അതും മിഥ്യയാണ്. സൂക്ഷ്മ മിഥ്യ, സ്ഥൂലം മിഥ്യ, കാരണം മിഥ്യ. നമ്മുടെ സ്ഥൂല ശരീരം അനുസരിച്ച് ഉണർന്ന അവസ്ഥ, സൂക്ഷ്മ ശരീരം അനുസരിച്ച് സ്വപ്ന അവസ്ഥ. ആഴ്ന്ന ഉറക്കത്തിൽ കിട്ടുന്ന ആനന്ദം എല്ലാവർക്കും സമം, ബ്രഹ്മത്തിൽ എത്തിയതുപോലെ. മറ്റേതൊക്കെ ഡിഫറൻ്റാണ്. ഉണർന്നിരിക്കുന്ന സമയത്ത് ഓരോ വ്യക്തിക്കും ഓരോ അവസ്ഥകളാണ്, ഓരോ ജീവികൾക്കും ഓരോ അവസ്ഥയാണ്. എല്ലാവർക്കും ഒരുപോലെയാണോ? അല്ല. എന്ത് മഹത്വമുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. എല്ലാവർക്കും വേറെ 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 വേറെയാണ്. ലോകത്തിൽ എത്ര കോടി ജനങ്ങളുണ്ടോ അത്ര കോടി ജനങ്ങൾക്കും ഉണർന്നിരിക്കുമ്പോൾ വേറെ അവസ്ഥയാണ്. സെപ്പറേറ്റ്, എല്ലാം വേറെ വേറെ പറയാം. സ്വപ്നം കാണുന്നോ? എല്ലാവരും വേറെ വേറെ സ്വപ്നം. കോടാനുകോടി ജനങ്ങൾ കാണുന്ന മുഴുവൻ വേറെ വേറെ സ്വപ്നം. ഉറക്കത്തിലോ കാരണശരീരത്തിൽ വന്ന് അടങ്ങിയിരിക്കുമ്പോഴോ എല്ലാ ജീവികൾക്കും, സമസ്ത ജീവികൾക്കും, മനുഷ്യനും എല്ലാ കോടാനുകോടി ജനങ്ങൾക്കും കിട്ടുന്ന ആ ആനന്ദം ഒന്ന് തന്നെ, ഒരു വ്യത്യാസം. എല്ലാവർക്കും ഒരേപോലെയാണ്. അപ്പൊ ഒരാൾ ചോദിച്ചു, അങ്ങനെ കാരണശരീരത്തിലിരുന്ന് സുഖമായിട്ട് അങ്ങനെ ഇരിക്കും, പിന്നെന്തിനാ ഈ ബ്രഹ്മത്തെ പ്രാപിക്കാൻ പോണേ? അതിന് പോണ്ട കാര്യമില്ലല്ലോ, ഉറങ്ങിയാ പോരെ? രസകരമായൊരു ചോദ്യമാണ്. പലരും ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. പലരുടെ മനസ്സിലുണ്ട്. ചിലർ ചോദിക്കാൻ പേടിച്ചിട്ട് ചോദിക്കില്ല എന്നുള്ളൂ. പക്ഷെ ശരിയാണ്. ഏറ്റവും സുഖം ഉറങ്ങുമ്പോഴല്ലേ? അതെ. ഒന്നും അറിയുന്നുണ്ടോ? ഇല്ല. എന്നാ പിന്നെ ഉറങ്ങിക്കൊണ്ടിരുന്നാ പോരെ. വെറുതെ എന്തിനാ ഈ വേദാന്തമൊക്കെ പഠിച്ച് ഇങ്ങനെയൊക്കെ പോണ്ട കാര്യമുള്ള? ബ്രഹ്മത്തെ അറിയാൻ പിടിച്ച് എന്തൊരു പാടാണ്. എന്തെല്ലാം പഠിച്ചിട്ട് വേണം ഇതൊക്കെ ആരും അറിയാൻ. ബ്രഹ്മപ്രാപ്തി, ബ്രഹ്മപ്രാപ്തി, മോക്ഷം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് മെനക്കെട. ഉറങ്ങിയാൽ മതിയല്ലോ, അത് തന്നെയല്ലേ ബ്രഹ്മപ്രാപ്തി. അന്ന് അങ്ങനെയാണെങ്കിൽ പറയുന്നു,
ഉറക്കത്തില് ഒരാൾ നമ്മുടെ കൂടെ ഉണ്ട്. ആ ആളും കൂടെ മാറിയാലേ ഈ പറഞ്ഞ അവസ്ഥയാവും. ആരാണ് നമ്മുടെ കൂടെ ഉള്ള? അജ്ഞാനം. ഉറങ്ങുമ്പോ നമ്മുടെ കൂടെ ആരാ ഉള്ളേ? അജ്ഞാനം നമ്മുടെ കൂടെ ഉണ്ട്. അതാണ് വ്യത്യാസം. മോക്ഷപ്രാപ്തിയും ഉറക്കവും തമ്മിലുള്ള വ്യത്യാസം. ഒന്നും അറിയുന്നില്ല മോക്ഷത്തിന്. ഗാഠനിദ്രയിലും ഒന്നും അറിയുന്നില്ല. എന്നാ ഗാഠനിദ്ര പോരാ. കാരണം എന്താണ്? ഗാഠനിദ്രയിൽ ഒന്നും അറിയാതിരിക്കുമ്പോഴും നമ്മുടെ കൂടെ അജ്ഞാനം നമ്മുടെ കൂടെ ഉണ്ട്. അജ്ഞാനം എന്നുണ്ടായി? അറിയാനൊക്കില്ല. അനാദിയാണെന്ന് പറഞ്ഞു അജ്ഞാനം. അജ്ഞാനം എന്നുണ്ടായി എന്ന് പറയാൻ പറ്റില്ല. അതുകൂടെ ഉണ്ട്. അജ്ഞാനത്തെ മാറ്റാൻ ഒരു ഉപായമേ ഉള്ളൂ, ജ്ഞാനം സമ്പാദിക്കുക എന്നുള്ളതാണ്. അപ്പൊ അജ്ഞാനം മാറും. അപ്പൊ ഉറക്കത്തിൽ അജ്ഞാനം കൂടെയുണ്ട്. അതുകൊണ്ട് മോക്ഷവും ഉറക്കവും ഒരേപോലെ എന്ന് വിചാരിക്കാൻ പാടില്ല. അതായത് ഇരുൾ കൂടെയുണ്ട് എന്ന് പറയാം. അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ എന്ന് പറയുന്നുണ്ടല്ലോ. എന്ന് പറഞ്ഞ മാതിരി അവിടുത്തെ തമസ് എന്ന് പറഞ്ഞാൽ അജ്ഞാനമാണ്. അപ്പോ ഇരുളുണ്ട്. ബ്രഹ്മത്തിലോ ഇരുളില്ല, അവിടെ പ്രകാശം മാത്രമാണ്. ബ്രഹ്മത്തിൽ പ്രകാശം മാത്രമാണ്, ഇരുൾ ഇല്ല. അതാണ് വ്യത്യാസം. ഉറക്കവും ബ്രഹ്മപ്രാപ്തിയും തമ്മിലുള്ള വ്യത്യാസം. ഉറക്കത്തിൽ അജ്ഞാനം അഥവാ ഇരുൾ ഉണ്ട്. ബ്രഹ്മത്തിലെ പ്രകാശമാണ്, ജ്ഞാനമാണ്. ആഴ്ന്ന ഉറക്കത്തിൽ നിന്ന് തിരിച്ചു വരുന്നത് പോയ വഴി കൂടെ തന്നെയാണ്. ഇതൊരു നല്ലൊരു അറിവാണ്. ആഴ്ന്ന ഉറക്കത്തിൽ നിന്ന് തിരിച്ചു വരുന്നത് പോയ വഴി കൂടെ തന്നെ തിരിച്ചു വരിക. എന്നും പോകും തിരിച്ചു വരും, എന്നും പോകും തിരിച്ചു വരും. അതായത് ഉറക്കം വരും, പോവും, ഉറങ്ങും, തിരിച്ച് ഉണർവിലോട്ട് വരും, പിന്നെയും ഉറക്കത്തിലേക്ക് പോകും, പിന്നെയും ഉണർന്നു വരും. ജനിച്ച മുതൽ എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി. എന്നാൽ ബ്രഹ്മപ്രാപ്തി ഒരാൾക്ക് കിട്ടിയാൽ, ജ്ഞാനം ലഭിച്ചാൽ, അയാൾ തിരിച്ച് അജ്ഞാനത്തിലേക്ക് വരില്ല. പിന്നെ അങ്ങനെയില്ല. പിന്നെ വീണ്ടും അജ്ഞാനത്തിലേക്ക് വരിക, വീണ്ടും തിരിച്ച് മോക്ഷത്തിലേക്ക് പോവുക, പിന്നെയും അജ്ഞാനത്തിലേക്ക് വരിക, പിന്നെയും ബ്രഹ്മപ്രാപ്തിയാവുക, പിന്നെയും അജ്ഞാനത്തിലേക്ക് വരിക, പിന്നെയും ബ്രഹ്മപ്രാപ്തിയാവുക. ഇങ്ങനെ ഉറക്കത്തെ പോലെ ഉണരുന്നു ഉറങ്ങുന്നു, ഉണരുന്നു ഉറങ്ങുന്നു. അതുപോലെ അല്ല ബ്രഹ്മപ്രാപ്തി. വൺസ് ഒരിക്കൽ ആ ബ്രഹ്മപ്രാപ്തി കിട്ടിയാൽ, ജ്ഞാനം ലഭിച്ചാൽ, പിന്നെ അയാൾ തിരിച്ച് അജ്ഞാനിയാകുന്നില്ല. ജ്ഞാനിയായിട്ട് തന്നെ സഞ്ചരിക്കുന്നത്. പിന്നെ കാണാം, നമുക്കിവിടെ സഞ്ചരിക്കുന്ന കാണാം, ലോകത്തിൽ നടക്കുന്ന കാണാം, പോകുന്ന കാണാം, വരുന്ന കാണാം, ഭക്ഷണം കഴിക്കുന്ന കാണാം, എല്ലാം കാണാം. പക്ഷേ അതെല്ലാം വെറും തോന്നലാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അത് ചെയ്യുന്നത്. കാരണം ഈ ശരീരം കിട്ടിയിട്ടുണ്ട്, പ്രാരബ്ധം തീരുന്നവരെ ശരീരത്തിൽ ഇരിക്കണം എന്നൊക്കെ തിരിച്ചറിഞ്ഞു. ആ വലിയ തത്വങ്ങളെല്ലാം അറിഞ്ഞിട്ടാണല്ലോ നടക്കുന്നത്. അതുകൊണ്ട് ശരീരപാതം വരെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. പക്ഷെ സ്വയം ഞാൻ ആത്മാ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ ലോകത്തില് വ്യവഹാരം നടത്തുന്നത്. ആഴ്ന്ന ഉറക്കം എല്ലാ ദ്വൈതവും ഇല്ലാതായ നില അല്ലേ? ആഴ്ന്ന ഉറക്കത്തിൽ ദ്വൈതമുണ്ടോ? ഞാൻ വേറെ രണ്ട്, ഞാനും ലോകവും വേറെ വേറെ ഒന്നും ഉണ്ടോ ആഴ്ന്ന ഉറക്കത്തില്? ഇല്ല. ആഴ്ന്ന ഉറക്കത്തില് ദ്വൈതമില്ല, മോക്ഷത്തിൽ ദ്വൈതമില്ല. പക്ഷെ രണ്ടും ഒരുപോലെ അല്ല. ഇവിടെ തിരിച്ചു വരും ഉണർവിലേക്ക്. അജ്ഞാനം കൂടെ ഉണ്ട്. മറ്റേത് അദ്വൈതമാണെങ്കിലും അജ്ഞാനം കൂടെ ഇല്ല. അപ്പോ ആഴ്ന്ന ഉറക്കം എല്ലാ ദ്വൈതത്തെയും ഇല്ലാതാക്കുന്ന നില തന്നെയാണ്. പക്ഷെ അത് മോക്ഷത്തിന് തുല്യമാകില്ല. കാരണം മോക്ഷം ഒരിക്കൽ ലഭിച്ചാൽ, അതായത് ജ്ഞാനം ഒരിക്കൽ ലഭിച്ചാൽ, പിന്നീട് അയാൾ അജ്ഞാനി ആകുകയില്ല. ഇവിടെ ഉറക്കത്തിൽ നമുക്ക് തോന്നുന്ന അത് വീണ്ടും തിരിച്ച് ആ സുഖം, ആനന്ദം ഉണർന്നുടനെ നമുക്ക് നഷ്ടപ്പെടുന്നു. കാരണം നമ്മൾ ലോകത്തിലേക്ക് തിരിച്ചു വരുന്നു. അജ്ഞാനം നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. നമ്മുടെ കൂടെ അജ്ഞാനം സ്ഥിരമായിട്ടുള്ളത് കൊണ്ടാണ്. എന്ന് നമ്മുടെ കൂടെ കൂടി എന്ന് പറയാൻ പറ്റാത്ത അജ്ഞാനം നമ്മളിൽ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ഉണരുമ്പോൾ വീണ്ടും പഴയ പോലെ ആയി പോകുന്നത്. ഇത്രയും പറഞ്ഞ് ആചാര്യസ്വാമികള് ഒരു ചോദ്യത്തിന്റെ മറുപടി അവസാനിപ്പിക്കുന്നു. അതായത്
അനാത്മാ എന്നാൽ എന്ത് എന്നുള്ള ചോദ്യത്തിന്റെ മറുപടിയാണ് ഇത്രയും ശ്ലോകങ്ങളെ കൊണ്ട് പറഞ്ഞത്. അതായത് ബ്രഹ്മമൊഴികെ എല്ലാം അനാത്മാ എന്ന്. സ്ഥൂല സൂക്ഷ്മ കാരണപ്രപഞ്ചവും ശരീരവും. ഇപ്പോൾ ശരീരത്തെയാണ് പറയുന്നത്. ഇനി ലോകത്തെ പിന്നീട് വീണ്ടും വിശദമായിട്ട് പറഞ്ഞു തരും. ഇപ്പൊ പറഞ്ഞത് ഈ ശരീരത്തെയാണ്. ഇനി ലോകത്തെ, പ്രപഞ്ചത്തെ വീണ്ടും ശങ്കരാചാര്യ സ്വാമികൾ വരുന്ന ശ്ലോകങ്ങളിൽ നമുക്ക് പറഞ്ഞു തരും. അപ്പൊ കൂടുതലായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ലോകത്തിന്റെ സ്വരൂപം എന്ത് എന്ന് വീണ്ടും കൂടുതലായിട്ട് വിശദീകരിച്ചത്. സന്നാപ്യ എന്നുള്ള ആ ശ്ലോകം വളരെ പ്രധാനപ്പെട്ട ശ്ലോകം. കാരണം സത്തും അസത്തും, സത്തുമല്ല അസത്തുമല്ല എന്ന് പറയുന്നത് പോ ഒരു പുസ്തകം നമ്മൾ അത് സത്യമാണോ എന്ന് ചോദിച്ചാൽ പുസ്തകം സത്യമാണെന്നും പറഞ്ഞാൽ അതിനെ കത്തിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടായി? അത് ആഷൻ. അല്ലെങ്കിൽ അതിന് പുസ്തകത്തിന്റെ കെട്ടൊക്കെ വിട്ടിച്ചു കഴിഞ്ഞാൽ ഏടുകളായി, പേജുകളായി. അപ്പൊ പുസ്തകം എന്നുള്ള സ്റ്റാറ്റസ് പോയി പേജുകളായി. പേജുകളെ കത്തിച്ചാൽ എന്തായി? അത് ചാരമായി. ചാരത്തെ കലക്കി കഴിഞ്ഞാൽ എന്ത്? വെള്ളത്തിൽ കലക്കി എല്ലായിടത്തും അയക്കി കഴിഞ്ഞാൽ എന്തായി? അത് എല്ലായിടത്തും ലയിച്ച് ഭൂമിയിൽ ലയിച്ച് അങ്ങനെ ഇല്ലാണ്ടാവും. അപ്പോ ആ പുസ്തകം തന്നെ ഇല്ലാണ്ടായില്ലേ? ഇതുപോലെയാണ് പ്രപഞ്ചത്തിലെ സകലമായ കാര്യങ്ങൾ. എല്ലാം നശിക്കുന്നതാണ്. ഇവിടെ ഒന്നും ഇവിടെ ഉണ്ടാവില്ല, എല്ലാം നശിക്കും. അപ്പോ അനാത്മാ എന്നുള്ളതിന്റെ കാര്യം പറഞ്ഞു. പിന്നെ പറഞ്ഞു അനിർവചനീയം ആണ്. എവിടുന്ന് വന്നു എന്നറിയില്ല, ഇവിടെ പോകുന്നു എന്നും അറിയില്ല. ഇടയ്ക്ക് നമുക്ക് അനുഭവങ്ങൾ ഉണ്ട്, അല്ലേ? എവിടുന്ന് വന്നു എന്നറിയില്ല, എവിടേക്ക് പോകണമെന്നറിയില്ല. പക്ഷെ അനുഭവത്തിൽ ഇടയ്ക്ക് നമ്മൾ അനുഭവത്തിൽ നമുക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് വിചാരിക്കുന്നു? ഇതെല്ലാം സത്യമാണ് എന്ന് വിചാരിക്കുന്നു. പക്ഷെ വിചാരം ചെയ്തു നോക്കിയാൽ, വിചാരമാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്, വിചാരം ചെയ്തു നോക്കിയാൽ ഇല്ല എന്ന് മനസ്സിലാവും, മിഥ്യ ആണെന്ന് മനസ്സിലാവും. അതായത് സത്യത്തിലില്ല, ഉള്ളതുപോലെ തോന്നുന്നു അനുഭവത്തിലുണ്ട്, സത്യത്തിലില്ല. അതാണ് മിഥ്യ. പിന്നെയോ അനിർവചനീയമാണ്. ഉണ്ടെന്നും പറയാൻ പറ്റില്ല, ഇല്ലെന്നും പറയാൻ പറ്റില്ല, രണ്ടിന്റെ ചേർച്ചയാണെന്നും പറയാൻ പറ്റില്ല. അടുത്ത ഈ ഒരു ചോദ്യം അനാത്മാ എന്നാൽ എന്ത് എന്നുള്ളതിന്റെ മുഴുവൻ മറുപടിയാണ് ഇവിടെ ശങ്കരസ്വാമികൾ വിശദമായിട്ട് പറഞ്ഞു തന്നെ. ഇനി അടുത്ത ചോദ്യം നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഈ ചോദ്യം കഴിഞ്ഞു. അടുത്ത ഏത് ചോദ്യത്തിന്റെ ഉത്തരമാണ് ശങ്കരാചാര്യ സ്വാമികൾ പറയാൻ പോകുന്നത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവരുടെ പാദങ്ങളിലും നമസ്കാരം. വളരെ രസകരമായിട്ടുള്ള കാര്യങ്ങളാണ് ആചാര്യസ്വാമി പറഞ്ഞു തരുന്നത്. ജീവിതത്തില് മരിക്കുന്നതിന് മുന്നേ മനസ്സിലാക്കിയിരിക്കേണ്ട തത്വങ്ങൾ. നമുക്ക് കൂടുതൽ ഉറക്കാൻ അതിലത്ത് നിൽക്കാനൊന്നും പറ്റിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഈ ജന്മത്തിൽ ഇതെല്ലാമാണ് സത്യം എന്ന് മനസ്സിലാക്കാനുള്ളൊരു അവസരം ഭഗവാൻ ഒരുക്കി തന്നത് പരമഭാഗ്യം കൊണ്ടാണ്. അല്ലെങ്കിൽ ഇതൊന്നും നമുക്ക് സ്മരിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ഇത്രയും കാലത്തിനിടയിൽ? അങ്ങനെ നല്ല അറിവുകള് വിവേക ചൂടാമണിയിൽ കൂടി നമുക്ക് ലഭിക്കുന്നു. ശങ്കരാചാര്യ സ്വാമികള് എല്ലാവർക്കും വേണ്ടി ചെയ്തു വെച്ച വലിയ ഒരു കാര്യം. ആചാര്യസ്വാമികളുടെ പാദങ്ങളിൽ വീണ്ടും നമസ്കരിച്ചുകൊണ്ട് പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും സായിരാം. സായിരാം സാർ. 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 സായിരാം.